മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വളരെ രസകരമായ രീതിയിൽ ഭാരതത്തിലെ വൈദ്യുതി ഉൽപാദന വിതരണ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച വളരെ നല്ല രസമായിട്ട് തോന്നിയിരുന്നു. ശരിക്ക് 30,000 കോടി രൂപ ഭാരതത്തിൽ എവിടെയെല്ലാം ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകൾ ഉണ്ടാക്കാൻ സാധിക്കുമോ അതിനായിട്ട് ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. വിൻഡ് എനർജിയിലൂടെ എത്ര ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ സാധിക്കുമോ അതിന് 10,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ്. ലോകത്തിലെ ഏതെല്ലാം രാജ്യങ്ങൾ സോളാർ എനർജി ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുന്നോ അത് 200 മെഗാവാട്ട്സ് മുതൽക്ക് 2000 മെഗാവാട്ടും 2 ഗഗാവാട്ടും വരെ സോളാർ എനർജിയിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനുള്ള പ്രോജക്റ്റുകൾ മൂന്നാമത്തെ ലെവലിൽ. 6 ന്യൂക്ലിയർ റിയാക്ടറുകൾ, പിന്നെ 6 എണ്ണം ഇപ്പോൾ ഉള്ളതിനെ വികസിപ്പിക്കൽ. 6 എണ്ണം തികച്ചും അമേരിക്കയിൽ നിന്ന് പുതിയതായിട്ടുള്ള ന്യൂക്ലിയർ റിയാക്ടറുകളും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. കൂടംകുളം ഉൾപ്പെടെ ഇപ്പോൾ ഉള്ള ന്യൂക്ലിയർ റിയാക്ടറുകളെല്ലാം അതിലേക്ക് പുതിയ പുതിയ സിസ്റ്റം ആഡ് ചെയ്യുന്നു. പിന്നെ കൽക്കരി ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ പ്രോജക്റ്റുകൾ ഉണ്ടെങ്കിൽ ഈ കൽക്കരിയുടെ മൈൻ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന് വിട്ടുകൊടുക്കാം. പിന്നെ ഇലക്ട്രിസിറ്റി സർപ്ലസ് ആയിട്ട് ഉപയോഗിച്ച് ഭാരതമെമ്പാടും 24 മണിക്കൂറും വൈദ്യുതി കൊടുക്കാൻ നേപ്പാളിലും ഭൂട്ടാനിലും 2-3 ഡാം ഉണ്ടാക്കുക. ഇതിൻ്റെ ഏതാണ്ട് പണി കഴിയാറായി. അവർക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങളും പെട്രോളും ഡീസലും അങ്ങോട്ട് എത്തിക്കുക, അവരുടെ എക്സസ് വൈദ്യുതി ഇങ്ങോട്ടെടുക്കുക ഓൺ പേയ്മെന്റ് ബേസിസോ മെറ്റീരിയൽ ബാർട്ടർ സിസ്റ്റം ബേസിസിലോ. പിന്നെ നോർത്ത് ഈസ്റ്റിലെല്ലാം ചെറുതും വലുതുമായിട്ടുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകൾ സ്ഥാപിക്കുക. പിന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും റിലയൻസ് കമ്പനി തുടങ്ങിയവർക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനുള്ള പെർമിഷൻ കൊടുക്കുക, എക്സസ് ഉള്ളത് മെയിൻ സ്ട്രീമിലേക്ക് എടുക്കുക. അങ്ങനെ സോളാർ എനർജിയും വിൻഡ് എനർജിയും പിന്നെ ഹൈഡ്രോ എനർജിയും കോൾ ബേസ്ഡ് എനർജിയും ഗ്യാസ് ബേസ്ഡ് എനർജിയും ഡീസൽ ബേസ്ഡ് എനർജിയും ന്യൂക്ലിയർ എനർജിയും എല്ലാം ഒരുമിച്ച് ഉപയോഗിച്ച് ഈ 2 വർഷത്തിനുള്ളിൽ ഡെവലപ്പ് ചെയ്ത പ്രോഗ്രാം അനുസരിച്ച് കഴിഞ്ഞ മാസം മുതൽക്ക് ഭാരതത്തിൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദനം ആവശ്യത്തേക്കാൾ കൂടുതലാണ്. ആവശ്യത്തേക്കാൾ കൂടുതൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം ഇന്ന് ഭാരതത്തിലെ എല്ലാം ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ എത്ര ഇലക്ട്രിസിറ്റി വേണോ, 24 മണിക്കൂറും പ്രവർത്തിക്കുകയാണെങ്കിൽ എത്ര ഇലക്ട്രിസിറ്റി വേണോ ആ ഫിഗറിനേക്കാൾ ഏതാണ്ട് 17 മില്യൺ യൂണിറ്റ് ഓരോ ഇലക്ട്രിക്കൽ പ്രൊഡക്ഷൻ സിസ്റ്റക്കാരും ഉണ്ടാക്കുന്നുണ്ട്. അത് പ്രൈവറ്റ് കമ്പനികൾക്ക് എക്സ്ട്രാ പൈസയ്ക്ക് പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് സെയിൽസ് നടത്തുന്നുണ്ട്, ഇലക്ട്രിസിറ്റി സെയിൽസ് നടക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു വഴിയിലൂടെ അത് പരിഹരിക്കാൻ സാധിക്കുക ബുദ്ധിമുട്ടായിരിക്കും. പല വഴികളും വേണം. ഇലക്ട്രിസിറ്റി പ്രോബ്ലം പരിഹരിക്കാനായിട്ട് ഹൈഡ്രോ, തെർമൽ, ന്യൂക്ലിയർ, സോളാർ, വിൻഡ്, റിന്യൂവബിൾ മറ്റ് സോഴ്സുകൾ എല്ലാം ഉപയോഗിച്ച് ചില ഭാഗത്തേക്ക് നേപ്പാളിലേക്ക് അങ്ങോട്ട് ഇലക്ട്രിസിറ്റി കൊടുക്കുക, ഭൂട്ടാനിലെ അങ്ങോട്ട് ഇലക്ട്രിസിറ്റി കൊടുക്കുക, ആ രാജ്യത്തിലെ വേറെ ചില ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇലക്ട്രിസിറ്റി കൊണ്ടുവരിക എക്സസ് ഉള്ള സ്ഥലത്ത് നിന്ന്. അങ്ങനെ ഡയറക്റ്റ് പർച്ചേസും ഇൻഡയറക്റ്റ് എക്സ്ചേഞ്ചും, ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഓരോ പ്രശ്നവും പരിഹരിക്കേണ്ടത്. ഇത്ര ഗംഭീരമായിട്ടാണ് ഒരു ഇലക്ട്രിസിറ്റിയുടെ പ്രശ്നം പരിഹരിക്കാനായിട്ടുള്ള പ്രോജക്റ്റുകളും പ്രോഗ്രാമുകളും ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നമ്മളുടെ വ്യക്തിപരമായ അല്ലെങ്കിൽ കുടുംബപരമായ സമൂഹപരമായ ജീവിതത്തിലും
എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ ഒരു രീതിയിലൂടെ പരിഹരിക്കാൻ ശ്രമിച്ചാൽ പോരാ, കംപ്ലീറ്റ് ആയിട്ട് പരിഹരിക്കാൻ ശ്രമിക്കണം, എങ്കിലേ ശരിയാവുള്ളൂ. അത് നമുക്കൊരു മാർഗദർശകമാകട്ടെ. പ്രണാമം, നമസ്കാരം.